ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർച്ച. റായ്പൂർ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലെ BSc അഗ്രികൾച്ചർ 2ാം വർഷ പരീക്ഷാ ചോദ്യപേപ്പറാണ് ചോർന്നത്. വാട്സ്ആപ്പിൽ പ്രചരിച്ച ചോദ്യങ്ങൾക്ക് യഥാർത്ഥ ചോദ്യപേപ്പറുമായി 70% സാമ്യമുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിന് പിന്നാലെ പരീക്ഷ റദ്ദാക്കി. സംസ്ഥാനത്തെ 34 കോളേജുകളിലായി നടന്ന എന്റമോളജി പരീക്ഷയാണ് റദ്ദാക്കിയത്. നോബിൾ മാരിക്കാരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നോബിൾ, വലിയ ഗുരുതരമായ വീഴ്ച അവിടെയും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? എങ്ങനെ ചോദ്യപേപ്പർ ചോർന്നു, അല്ലെങ്കിൽ ഈ വിവരം കൃത്യമായിട്ട് വാട്സ്ആപ്പിലടക്കം പ്രചരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? അതിലേക്കടക്കം അന്വേഷണം നീളേണ്ടതുണ്ട്. ഒപ്പം റദ്ദാക്കിയ പരീക്ഷ എപ്പോഴായിരിക്കും ഇനി? ശ്രുതി കീർത്തന, വലിയ തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ച സംസ്ഥാനങ്ങളിൽ തലവേദനയാവുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ ജാർഖണ്ഡിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിരുന്നു. ദേശീയ തലത്തിൽ NTയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യം ഉണ്ട്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി സർവകലാശാലയുടെ അഗ്രികൾച്ചർ BSc 2ാം വർഷ പരീക്ഷ ചോദ്യപേപ്പറാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രധാനമായും ഈ പരീക്ഷ നടന്നതിന് പിന്നാലെ അതിനു മുമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ വാട്സപ്പിൽ ചോദ്യപേപ്പറുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വാട്സപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഡോക്യുമെന്റുകളിൽ നിന്ന് 70% ചോദ്യങ്ങളും ഈ പരീക്ഷയിൽ അതേപടി ചോദിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ NSUI, AVP അടക്കമുള്ള സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധമായി എത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ 5 അംഗ കമ്മിറ്റി ഇപ്പോൾ ഈ പരീക്ഷ റദ്ദാക്കിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ 2ാം വർഷത്തെ BSc 2ാം വർഷത്തെ 2ാം സെമസ്റ്റർ എന്റമോളജി പരീക്ഷയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ സർവകലാശാല പരാതിയും നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എവിടെ നിന്നാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ചോദ്യപേപ്പർ തയ്യാറാക്കിയ സ്ഥലത്ത് നിന്നാണോ അല്ലെങ്കിൽ കോളേജുകളിൽ എത്തിയപ്പോൾ ആണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇന്ദിരാഗാന്ധി സർവകലാശാലയുടെ 34 കോളേജുകളിലായിരുന്നു ഈ പരീക്ഷ നടന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ അന്വേഷണം നടക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സെപ്റ്റംബർ ആദ്യവാരം ഇപ്പോൾ നടന്ന ഈ പരീക്ഷയുടെ പുനഃപരീക്ഷ നടക്കും എന്നും വ്യക്തമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജാർഖണ്ഡിലൊക്കെ വലിയ വിദ്യാർത്ഥി പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും ഛത്തീസ്ഗഡിലും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നതോടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിൽ ചോദ്യപേപ്പറുകൾ ചോരുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കിയാണ് എന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡിൽ ആദ്യമായല്ല. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവിടുത്തെ സെക്കൻഡറി പരീക്ഷയുടെ 12ാം ക്ലാസ്സിലെ ഹിന്ദി ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ വർഷത്തെ 2ാമത്തെ ചോദ്യപേപ്പർ ചോർച്ചയാണ് ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതീവ ഗൗരവമുള്ള വിഷയമാണ്. എന്താണെങ്കിലും യൂണിവേഴ്സിറ്റി നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ആരുടെയും അറസ്റ്റിലടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഗൗരവമേറിയിട്ടുള്ള വിഷയം തന്നെയാണ്. ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.